ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. മക്കളെ, കെമിക്കൽ ബോണ്ടിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകൾ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 5 മിനിറ്റ് ഇരുന്നാൽ രണ്ട് ടോപ്പിക്കിൽ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഹൈബ്രിഡൈസേഷൻ, അതുപോലെ തന്നെ വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ഒരുപക്ഷെ ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകൾ ഇതാണ്. ഇതിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ 5 മിനിറ്റ് മതി. അപ്പൊ നമ്മൾ പോവുകയാണ്. യെസ്, VSEPR തിയറി ഉപയോഗിച്ച് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അമോണിയ, ഫോർ എക്സാമ്പിൾ അമോണിയ മോളിക്യൂൾ NH3 മോളിക്യൂൾ എടുക്കുക. NH3 മോളിക്യൂൾ, അമോണിയ മോളിക്യൂൾ എടുക്കുകയാണ്. NH3 മോളിക്യൂൾ കൺസിഡർ ചെയ്യണം. NH3 സെൻട്രൽ ആറ്റം നിങ്ങൾക്കറിയാം. സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ് അല്ലെ. ഒന്നുള്ളതായിരിക്കും സെൻട്രൽ ആറ്റം, ഒറ്റ ഒന്നുള്ളതാണ് സെൻട്രൽ ആറ്റം. അറ്റോമിക് നമ്പർ 7 ആണ്. അറ്റോമിക് നമ്പർ 7 റെഡിയാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക അറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2,5 റെഡി അല്ലേ? യെസ്. അവസാനത്തെ ഷെല്ലിലെ 5 ഇലക്ട്രോൺ നമ്മൾ അങ്ങ് മാർക്ക് ചെയ്തു. അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അതായത് നൈട്രജന്റെ വാലൻസ് ഷെല്ലിൽ നമുക്ക് 5 ഇലക്ട്രോൺ ഉണ്ടെന്ന് മനസ്സിലായി. 2, 3, 4, 5 5 ഇലക്ട്രോൺ ഉണ്ടെന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ നൈട്രജന്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഈ നൈട്രജൻ 3 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. 3 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. സോ ഞാനൊരു ഹൈഡ്രജൻ ഇവിടെ എഴുതി. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ആണ്. യെസ്. അടുത്ത ഹൈഡ്രജൻ ഇവിടെ എഴുതി. ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ ഉപയോഗിച്ച് ബോണ്ട് ഫോം ചെയ്തു. യെസ്, 3 ഹൈഡ്രജൻ ആയതുകൊണ്ട് യെസ്, ഇതൊരു ബോണ്ട് പെയർ ആണ്. ഇതിനെ വിളിക്കുന്ന പേര് ബോണ്ട് പെയർ. ഇതിനെ വിളിക്കുന്ന പേര് ബോണ്ട് പെയർ. ഇതിനെ വിളിക്കുന്ന പേര് ബോണ്ട് പെയർ. റെഡിയാണ്. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇലക്ട്രോൺ പെയറുകൾ വിളിക്കുന്ന പേരാണ് ബോണ്ട് പെയറുകൾ. സോ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അത് നമുക്ക് ലോൺ പെയർ എന്ന് വിളിക്കാം. അതായത് സെൻട്രൽ ആറ്റം നൈട്രജന് ചുറ്റും 3 ബോണ്ട് പെയർ ഉണ്ട്. ബോണ്ട് പെയർ എത്രയാ? 3 ബോണ്ട് പെയർ ഉണ്ട്. ഒരു ലോൺ പെയർ എത്രയാ? ഒരു ലോൺ പെയർ ഉണ്ട്. 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ടോട്ടലി 4 പെയേഴ്സ് ഉണ്ട്. ടോട്ടലി 4 പെയേഴ്സ് ഉണ്ട്. റെഡി അല്ലേ? 4 പെയർ വന്നാൽ മക്കളെ മനസ്സിലാക്കിക്കോ. 2 പെയർ വന്നാൽ മക്കളെ മനസ്സിലാക്കുക, ഹൈബ്രിഡൈസേഷൻ sp ആണ്. 3 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. 4 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. 5 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. 6 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ്. 7 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d3 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഹൈബ്രിഡൈസേഷൻ വെച്ച് ഷേപ്പ് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ VSEPR തിയറി തന്നെ വേണം. സോ നമുക്കറിയാം ഇവിടെ എത്ര പേരാ? 4 പേരാണുള്ളത്. 4 പേരാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഒരു മടിയും കൂടാതെ പറഞ്ഞ sp3 ആണ്. 4 പേരാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഷേപ്പ് എന്താ? പിരമിഡൽ ഷേപ്പാ. 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും വന്നാൽ VSEPR തിയറി പ്രകാരം നമുക്കറിയാം ഷേപ്പ് എന്താ? പിരമിഡൽ ഷേപ്പ് ആണ്. റെഡി അല്ലേ? ട്രൈഗോണൽ പിരമിഡൽ ഷേപ്പ്. ക്ലിയർ അല്ലേ? ഇറ്റ്സ് ബോണ്ട് ആംഗിൾ ഈസ് 107 ഡിഗ്രി ആണ്. 107 ഡിഗ്രി എല്ലാവർക്കും അറിയാം. റെഡി അല്ലേ? യെസ്, അടുത്ത മോളിക്യൂളിലേക്ക് നമ്മൾ പോവാണ്. നോക്കണം, ഞാൻ പറഞ്ഞത് ഏത് മോളിക്യൂളിന്റെയും ഷേപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഏത് മോളിക്യൂളിന്റെയും ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ നോക്കാം. CO3 കാർബണേറ്റ് അയോണിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷനും ഷേപ്പും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുക. കാർബണേറ്റ് അയോണിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, ഷേപ്പ് എന്താണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. CO3 കാർബൺ ആണ്. കാർബൺ അറ്റോമിക് നമ്പർ നിങ്ങൾക്കറിയാം 6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,4 ആണ്. വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണ്. അതായത് കാർബണിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് മാർക്ക് ചെയ്യണം? 1, 2, 3, 4 ഇലക്ട്രോൺസ് മാർക്ക് ചെയ്തു. 4 ഇലക്ട്രോൺസ് മാർക്ക് ചെയ്താൽ പോരാ, 2- ഉണ്ട്. CO3 2-. ഈ 2- മനസ്സിലാക്കേണ്ടത്, സെൻട്രൽ ആറ്റം കാർബണിന്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണെങ്കിൽ ആ സെൻട്രൽ ആറ്റം 2 ഇലക്ട്രോൺ കൂടി വാങ്ങുന്നുണ്ട്. 2- എന്ന് കണ്ടാൽ സെൻട്രൽ ആറ്റത്തിന്റെ കൂടെ 2 ഇലക്ട്രോൺ കൂടി ഇടണം. കിട്ടിയ? 2- എന്ന് കണ്ടാൽ സെൻട്രൽ ആറ്റത്തിന് 2 ഇലക്ട്രോൺ കൂടി മക്കൾ ഇട്ട് വെക്കുക. ക്ലിയർ? ഇനി നോക്കൂ. യെസ്, CO3 ആണ്. ഓക്സിജൻ ബൈവാലന്റ് ആണ്. ഓക്സിജൻ മോണോവാലന്റ് അല്ല, ഓക്സിജൻ ബൈവാലന്റ് ആണ്. ഓക്സിജന് സെൻട്രൽ ആറ്റവുമായിട്ട് എറ്റ് എ ടൈം 2 ബോണ്ട് ആക്കാൻ പറ്റും. ഓക്സിജന് സെൻട്രൽ ആറ്റവുമായിട്ട് 2 ബോണ്ട് ആക്കാൻ പറ്റും. ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും. വീണ്ടും ഓക്സിജൻ സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. ഓക്സിജന് 2 ബോണ്ട് ആക്കാൻ പറ്റും. ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും. എത്ര ഓക്സിജനാ? 3 ഓക്സിജൻ ഉണ്ട്. ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും.
എത്ര സിഗ്മ ബോണ്ടുകളാണുള്ളത്? 3 സിഗ്മ ബോണ്ടുകളാണുള്ളത്. 3 സെൻട്രൽ ആറ്റത്തിന് 3 സിഗ്മ ബോണ്ടുകളാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഷേപ്പ് എന്താ? ട്രയഗണൽ പ്ലാനാർ. ട്രയഗണൽ പ്ലാനാർ ഷേപ്പ് ആണ്. ട്രയഗണൽ പ്ലാനാർ ഷേപ്പ് ആണ്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? CO3 2 - ഒന്നുകൂടി ചെയ്ത് നോക്കാം. യെസ്, SO4 2 നമ്മൾ ചെയ്ത് നോക്കാം. SO4 2 ചെയ്ത് നോക്കാം. SO4 2 സെൻട്രൽ ആറ്റം സൾഫർ ആണെന്ന് അറിയാം. അറ്റോമിക് നമ്പർ 16 ആണെന്ന് അറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8,6 ആണെന്ന് അറിയാം. വാലൻഷ്യൽ സൾഫറിന്റെ വാലൻഷ്യലിൽ 6 ഇലക്ട്രോൺസ് ആണ്. 2, 4, 6 ഇലക്ട്രോൺസ് ആണ്. 2 മൈനസ് എന്ന് കണ്ടോ? 2 മൈനസ് എന്ന് കണ്ടാൽ 2 ഇലക്ട്രോൺ കൂടി മക്കൾ എഴുതണം. 2 മൈനസ് ആണ്. 2 മൈനസ് 2 ഇലക്ട്രോൺ കൂടി എഴുതണം. ക്ലിയർ അല്ലേ? SO4 എത്ര ഓക്സിജൻ? 4 ഓക്സിജൻ. ഓക്സിജൻ ബൈവാലന്റ് ആയതുകൊണ്ട് ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ഉണ്ടാക്കും. വീണ്ടും ഓക്സിജൻ ഒരു സിഗ്മ ബോണ്ട് ഒരു പൈ ബോണ്ടും ഉണ്ടാക്കും. അടുത്ത ഓക്സിജൻ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ഉണ്ടാക്കും. യെസ്, ഓക്സിജൻ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ഉണ്ടാക്കി. എത്ര സിഗ്മ ബോണ്ടുകളാ? 4 സിഗ്മ ബോണ്ടുകൾ ഉണ്ടാക്കി. 4 സിഗ്മ ബോണ്ടുകൾ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഷേപ്പ് എന്താ? ടെട്രാഹീഡ്രൽ ഷേപ്പ് ആണ്. ടെട്രാഹീഡ്രൽ ഷേപ്പ് ആണ്. ബോണ്ട് ആംഗിൾ ഈസ് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. റെഡി അല്ലേ? യെസ്. അപ്പൊ ഇത്രയും മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷനും ഷേപ്പും നമ്മൾ അങ്ങനെ ഏത് മോളിക്യൂൾ തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈബ്രിഡൈസേഷനും ഷേപ്പും ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, വൺ മോർ എക്സാമ്പിൾ, HCOF2 എന്നുള്ള മോളി. HCOF2 ക്ലിയർ അല്ലേ? സെറോൺ ആണ് സെൻട്രൽ ആറ്റം. സെറോൺ നിങ്ങൾക്ക് ഇനേർട്ട് ഗ്യാസ് ആണ്. അതിന്റെ വാലൻസിൽ 8 ഇലക്ട്രോൺസ് ആണ്. 2, 4, 6, 8 ഇലക്ട്രോൺസ് ആണ്. ക്ലിയർ? ഓക്സിജൻ ബൈവാലന്റ് ആണ്. ഓക്സിജൻ ബൈവാലന്റ് ആയതുകൊണ്ട് ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ഉണ്ടാകും. ക്ലിയർ അല്ലേ? യെസ്. ഇനി F2 ഫ്ലൂറിൻ സിഗ്മ ബോണ്ട് മാത്രം. ഫ്ലൂറിൻ എന്ത് മാത്രം ഉണ്ടാക്കുക? സിഗ്മ ബോണ്ട് മാത്രം ഉണ്ടാക്കുക. എത്ര ലോൺ പെയർ? 2 ലോൺ പെയർ. 2 ലോൺ പെയർ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ എത്ര മക്കൾ മനസ്സിലാക്കുക? 3 സിഗ്മ ബോണ്ടും ഉണ്ടാക്കി, 2 ലോൺ പെയറും ഉണ്ടാക്കി. സോ 5 പേരാ നമ്മൾ ഹൈബ്രിഡൈസ് ടേക്ക് പാർട്ട് ചെയ്യാം. 1, 2, 3 പ്ലസ് ലോൺ പെയർ. സിഗ്മ ബോണ്ടുകളും ലോൺ പെയർ മാത്രമേ നമ്മൾ ഹൈബ്രിഡൈസേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പറയാറുള്ളൂ. സോ എത്ര ബോണ്ട് പെയറാ? എത്ര സിഗ്മ ബോണ്ടാ? 1, 2, 3. 3 സിഗ്മ ബോണ്ട് പേഴ്സും 2 ലോൺ പെയറും ടോട്ടലി 5 പെയർ ഉണ്ട്. 5 പെയർ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d ആണെന്ന് അറിയാം. ഷേപ്പ് ട്രയോഗോണൽ അല്ലെ? ഷേപ്പ് 5 പേരാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. sp3d. ആ 3 സിഗ്മ ബോണ്ടഡ് പെയർസും 2 ലോൺ പെയറും ആണെങ്കിൽ 3 സിഗ്മ ബോണ്ടഡ് പെയർസും 2 ലോൺ പെയറും ആണെങ്കിൽ ഷേപ്പ് വരുന്നത് T ഷേപ്പ് ആണ്. എന്താ പറ? T ഷേപ്പ് ആണ് വരുന്നത്. യെസ്. അപ്പം ഇത്ര ഏത് മോളിക്യൂൾ വന്നാലും ഏത് മോളിക്യൂളിന്റെയും ഹൈബ്രിഡൈസേഷനും ഷേപ്പും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ബൈ.